Hi all, today we are going to discuss a small topic in the subject Advanced Manufacturing Technology. Already we are discussing 5th module and it is the 4th part of my presentation. Since it's a small unit, it's the last part also. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ് വേവ്സ് ആൻഡ് ഡീഫോർമേഷൻ ഇൻ സോളിഡ്സ് എന്നുള്ളതാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കൺവെൻഷനും ഹൈ വെലോസിറ്റി ഫോമിങ്ങും തമ്മിലുള്ളൊരു കമ്പാരിസൺ നടത്തണം. ശരിക്കും ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസൈനിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് പാർട്സിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് ഒരു ബേസ് ഉണ്ടാവും. ആ ബേസാണ് ഒന്ന് പാർട്ട് സൈസ്, പിന്നെ അപ്ലിക്കബിലിറ്റി ഓഫ് പാർട്ട് ഷേപ്പ്, പിന്നെ നമ്പർ ഓഫ് പാർട്ട് ടു ബി ഫോംഡ്, അതുപോലെ ടൂളിങ്, മെറ്റീരിയൽ റിക്വയർഡ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിൻ്റെ കമ്പാരിസൺ നടത്താൻ പോകുന്നത്. ഫസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് കമ്പാരിസൺ ഇൻ ഡീഫോർമേഷൻ വെലോസിറ്റി, അഥവാ നമ്മളെ ഡീഫോർമേഷൻ വെലോസിറ്റി ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. നമുക്കറിയാം കൺവെൻഷനലി വെലോസിറ്റി അത്ര വലിയ ഇൻക്രീസ്ഡ് ഒരു ഫാക്ടർ അല്ല, പക്ഷെങ്കിൽ HVF അല്ലെങ്കിൽ ഹൈ വെലോസിറ്റി ഫോമിങ്ങിൽ വെലോസിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നോർമലി HVFിൽ വെലോസിറ്റി റേഞ്ച് വരുന്നത് 3 മുതൽ 300 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേർ ഇൻ കൺവെൻഷണൽ മെഷീൻസ് ദാറ്റ് ഈസ് 0.03 to 9 മീറ്റർ പെർ സെക്കൻഡ്. ആ ഒരു വേരിയേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം വെലോസിറ്റിയിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ വേറൊന്നാണ് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മളെ HVF എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ വളരെ യൂണിഫോമാണ്. പിന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് വരുന്ന സമയത്തും അൺനെസറി സ്ട്രെയിൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നില്ല HVF ചെയ്യുമ്പോൾ. പിന്നെ സ്ട്രെയിൻ റിക്വയർഡ് ടു ഫെയിലിയർ ആർ മച്ച് ഹയർ കമ്പയർഡ് ടു കൺവെൻഷണൽ പ്രോസസ്സ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ കമ്പാരിസൺ വരുന്നത്. സ്ട്രെയിൻ റേറ്റും വെലോസിറ്റിയും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്കൊരു 3 മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ കമ്പയർ ചെയ്യാം. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ആദ്യം മൈൽഡ് സ്റ്റീലാണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കാണാം. ഇതിനകത്ത് സ്ട്രെയിൻ പെർസെൻറ്റേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ടിങ് 0 തുടങ്ങി 2 വിധത്തിലുള്ള വെലോസിറ്റി അഥവാ കൺവെൻഷനും അതേസമയം HVFും മോശം വരുന്ന സമയത്തുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. കൺവെൻഷനിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതിനേക്കാൾ മച്ച് മോറാണ് ഈൽഡ് സ്ട്രെസ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്താണ് പറയേണ്ടത്, നമ്മുടെ HVFിൽ വരുന്ന ഈൽഡ് സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു കൺവെൻഷണൽ മെഷീനിങ് അറ്റ് എ സ്പെസിഫിക് ലിമിറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് സ്ട്രെയിൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടിൻ്റെയും ഈൽഡ് സ്ട്രെങ്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഈൽഡ് സ്ട്രെങ്ത് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും മൈൽഡ് സ്റ്റീലിൽ. ഇത് കോപ്പറിൻ്റെയാണ്. കോപ്പറിൻ്റെത് നോക്കുമ്പോൾ നമുക്ക് ഈൽഡ് സ്ട്രെങ്ത്തിൽ വരുന്ന വേരിയേഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈനാണ്. നമ്മുടെ സാധാരണ കൺവെൻഷണൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പം അറ്റ് എ പെർട്ടിക്കുലർ പോയിൻ്റ് ഏതെങ്കിലും ഒരു 10 എന്നുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ, സ്ട്രെയിൻ റേറ്റ് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ കൺവെൻഷനിലും HVF എടുക്കുന്ന സമയത്ത് ഈൽഡ് സ്ട്രെങ്ത് വളരെ വളരെ ഹൈ ആയിരിക്കും കോപ്പറിലും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ തന്നെ അലുമിനിയം എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്തും എല്ലാ വാല്യൂസും എടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് സ്ട്രെയിൻ റേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈൽഡ് സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് അപ് ടു എ പെർട്ടിക്കുലർ പോയിൻ്റ്. ആ പോയിൻ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്ട്രെയിൻ റേറ്റ് എന്നുള്ളൊരു പോയിൻ്റാണ്. ക്രിട്ടിക്കൽ സ്ട്രെയിൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ HVF ഫോർമാറ്റിലെ അലുമിനിയത്തിൽ റാപ്പിഡായിട്ട് അതിൻ്റെ ഡക്റ്റിലിറ്റി അഥവാ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഡ്രോപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് മൂന്നുമാണ് മെയിനായിട്ടൊന്ന് കമ്പാരിസൺ എടുത്തിരിക്കുന്നത്. മൂന്നിൻ്റെയും ഡയഗ്രാംസ് ശരിക്കും നോക്കണം. മൈൽഡ് സ്റ്റീൽ, കോപ്പർ ആൻഡ് അലുമിനിയം. പിന്നെ വരുന്നത് പാർട്ട് സൈസിൻ്റെ കമ്പാരിസൺ ആണ്. നമ്മൾ ഇത്തിരി നേരം പറഞ്ഞത് വെലോസിറ്റി, പിന്നെ രണ്ടാമത്തേത് സ്ട്രെയിൻ ആയിരുന്നു. ഇപ്പോൾ പറയുന്നത് പാർട്ട് സൈസാണ്. നമ്മളുടെ കൺവെൻഷണൽ ആണെങ്കിൽ നമ്മളുടെ മെഷീൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട് പാർട്ട് സൈസിൽ. അതേസമയം എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ HVF ഫോമിങ്ങിലൊന്നും നമുക്ക് പാർട്ട് സൈസിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. വി ക്യാൻ ഡു ആസ് മച്ച് ആസ് സൈസ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും വരുന്നില്ല. ഇനി വരുന്നത് സ്ട്രെസ് വേവ്സ് ആണ്. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രെസ് വേവ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി സ്ട്രെസ് വേവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് HVFിൽ. 2 വിധത്തിലുള്ള
സ്ട്രെസ് വേവ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇലാസ്റ്റിക് വേവ്സ്, രണ്ടാമത്തെ പ്ലാസ്റ്റിക് വേവ്സ്. അതിൻ്റെ തന്നെ നമുക്ക് ഒന്നും കൂടി ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സ് അല്ലെങ്കിൽ ഷിയർ വേവ്സും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന് ഓരോന്നിൻ്റെയും വേവ് പ്രൊപ്പഗേഷൻ അഥവാ പ്ലാസ്റ്റിക് വേവ് പ്രൊപ്പഗേഷൻ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ജസ്റ്റ് നോക്കി വെക്കുക. അതിനകത്ത് വെലോസിറ്റി ഓഫ് വേവ് പ്രൊപ്പഗേഷൻ സി ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി എപ്സിലോൺ ഡിവൈഡഡ് ബൈ റോ ആണ്. ഡി സിഗ്മ ബൈ ഡി എപ്സിലോൺ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. നേരത്തെ നമ്മൾ കാണിച്ചിരിക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ സ്ലോപ്പ് എടുത്താൽ അതായിരിക്കും ഈ വന്നിരിക്കുന്ന ടോപ്പ് സൈഡിലുള്ളത്. റോ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ്സ് ദ മാസ് ഡെൻസിറ്റി ഓഫ് മെറ്റൽ. അതേപോലെ തന്നെ ചില മെറ്റീരിയൽസിൽ നമ്മൾ പ്ലാസ്റ്റിക് റേഞ്ചും ഇലാസ്റ്റിക് റേഞ്ചും കമ്പയർ ചെയ്യാറുണ്ട്. ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വെരി ലെസ് ഇൻ പ്ലാസ്റ്റിക് റേഞ്ച് കമ്പയർ ടു ഇലാസ്റ്റിക് റേഞ്ച് ആണെന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ടാവണം. അതേപോലെ ട്രാൻസ്വേഴ്സും അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനലും ഇക്വേഷൻസ് നോക്കണം. അതിനകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഇക്വേഷൻസ് വരുന്നത് അഥവാ വെലോസിറ്റി വരുന്നത് മെയിൻലി ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റിൻ്റെയും ഡെൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കൊരു ഇക്വേഷൻ കാണാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡിനൽ വെലോസിറ്റിനെ വി എൽ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു കെ ഇൻറ്റു റൂട്ട് 1 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു 1 പ്ലസ് മ്യൂ ആണ്. where mu is the Poisson's ratio, rho is the density and k is the bulk modulus of material. അതേപോലെ വേറൊന്നാണ് ഷിയർ വേവ്. ഷിയർ വേവിലാണെങ്കിൽ വി ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ റോ വേർ ജി ഇസ് ദ ഷിയർ മോഡുലസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഉണ്ടാവണം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് വേവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീഫോർമേഷൻ ഓഫ് മെറ്റൽസ് ആണ്. ഡീഫോർമേഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ എടുക്കാം. ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കറിയാം ഡീഫോർമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൈൽഡ് സ്റ്റീൽ, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ. മൈൽഡ് സ്റ്റീലിൻ്റെ ഇലോങ്ങേഷൻ സംഭവിക്കും. ആ ഇലോങ്ങേഷൻ പല പ്രോസസ്സിലേക്കൂടെ കടന്നു പോകുന്നതെന്നുള്ളത് നമ്മൾ താഴത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് രണ്ട് ഡീഫോർമേഷനാണ് വരുന്നത്. ഒന്ന് ഇലാസ്റ്റിക് ഡീഫോർമേഷനും ഉണ്ട്, രണ്ടാമത്തേത് പ്ലാസ്റ്റിക് ഡീഫോർമേഷനും ഉണ്ട്. ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് സ്ട്രെയിൻ പ്രൊപ്പോർഷണൽ ആയിരിക്കും. കൂടാതെ ഒരു എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ വിൽ ബി കമ്പാക്ട് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ആ ഒരു കണ്ടീഷനാണ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് ചിത്രം തന്നെ എടുക്കാം. സ്ട്രെസ് സ്ട്രെയിൻ കർവ് 0 to a എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിൽ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അഥവാ ഇവിടെയാണ് ഹുക്സ് ലോ എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എ എന്നുള്ള പോയിന്റ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നറിയപ്പെടും. ബി എന്നുള്ളതാണ് നമ്മളുടെ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ മെറ്റലിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ലോഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരാൻ സാധിക്കുന്ന പോയിൻ്റാണ്. ഈ ബി എന്നുള്ള പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റലിൻ്റെ കണ്ടീഷൻ പാർഷ്യലി പ്ലാസ്റ്റിക് കണ്ടീഷനാണ്. അഥവാ ബിയുടെ അവസാനം വരുന്ന ഇവിടെ തന്നെയാണ് ഏകദേശം ഈൽഡ് പോയിൻ്റ് പൊസിഷനും വരിക. ഈൽഡ് പോയിൻ്റ് തന്നെ രണ്ട് ഈൽഡ് പോയിൻ്റ് ഉണ്ട്, സിയും ഡിയും. ദാറ്റ്സ് അപ്പർ ഈൽഡ് പോയിൻ്റ് ആൻഡ് ലോവർ ഈൽഡ് പോയിൻ്റ്. മാക്സിമം സ്ട്രെസ് റിക്വയർഡ് ടു മേക്ക് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇനീഷ്യേറ്റ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് സി എന്ന് പറയുന്നത്. അതേപോലെ ഡി എന്ന് പറയുന്ന ലോവർ ഈൽഡ് പോയിൻ്റ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സ്ട്രെസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഇൻ പ്ലാസ്റ്റിക് കണ്ടീഷൻ. അത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ് പിന്നെയും കൂടും. അപ് ടു എ പോയിൻ്റ് ഇ ഇസ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫെയിലിയർ വരാൻ തുടങ്ങുകയോ ചെയ്യുക. അത് ഫെയിലിയർ വന്നിട്ട് ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യും. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. കൂടാണ്ട് ഇവിടെ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രാക്ടിക്കലി UTM ഒരു ടെൻസൈൽ സ്ട്രെസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡയഗ്രാം ഏകദേശം ഇതുപോലെ വരിക. കാരണം നമ്മൾ ഇവിടെയെല്ലാം എടുക്കുന്ന സമയത്ത് ഈ ലോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നോക്കുന്ന സമയത്ത് നമുക്കറിയാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. ഇനീഷ്യൽ ഏരിയ എടുത്തിട്ടാണ് നമ്മളുടെ തിയറിറ്റിക്കൽ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മളെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെഡ്യൂസായി വരുന്നുണ്ട്. അഥവാ ലോഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ആയത് ഓരോ പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഇൻക്രീസ് ആണ് ഈ ട്രൂ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് വിധത്തിലുള്ള പ്ലാസ്റ്റിക് ഡിഫോർമേഷനാണ് ശരിക്കും നടക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ്, രണ്ടാമത്തേത് ട്വിന്നിങ്. നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിലൊരു സ്ലിപ്പിംഗ് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഇനീഷ്യലി ഇങ്ങനെയുള്ള ആറ്റം ആണെങ്കിൽ ഒരു പ്ലെയിനിൽ നിന്ന്
ഷിഫ്റ്റ് ചെയ്തിട്ട് അത് മൂവ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലിപ്പ്. ഓർ സ്ലിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് shear deformation which moves the atom through many inter-atomic distance relative to their initial position. ഇതാണ് അഥവാ നമുക്ക് ഒരു സ്ഥലത്തുള്ള മുഴുവൻ ഒരു ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസിലേക്ക് എല്ലാ ആറ്റവും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ലിപ്പിംഗ്. ഈ താഴത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു കറക്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ലൈനിന് പറയുന്ന പേരാണ് സ്ലിപ്പ് ലൈൻ. Okay, the mechanism of slip is actually due to movement of dislocation in crystal lattice എന്നുള്ളത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് സ്ലിപ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എനർജി റിക്വയർഡ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ ഓഫ് ലൈൻ, അതായത് നമ്മുടെ സ്ലിപ്പിന് വേണ്ട എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ഇൻറ്റു G ഇൻറ്റു B സ്ക്വയർ ആണ്. വേർ L ഇസ് ദ ലെങ്ത് ഓഫ് lattice and G is the shear modulus and B is the slipping constant. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻ മെയിൽ അഡ്രസ്. പിന്നെ കൂടാതെ നെക്സ്റ്റ് വരുന്നത് ഡിഫോർമേഷൻ ബൈ ട്വിന്നിങ് ആണ്. ട്വിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈനിൽ വരുന്ന ഡിഫോർമേഷൻ അല്ല, അതൊരു പ്ലെയിനിൽ വരുന്ന ഡിഫോർമേഷനാണ് ട്വിന്നിങ് എന്ന് പറയുന്നത്. നമ്മൾ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാരലൽ ആയിട്ടുള്ള ലൈൻസ്, ഇപ്പം നിങ്ങളിവിടെ എടുക്കുകയാണെങ്കിൽ രണ്ട് പ്ലെയിനാണ് ഇവിടെ ഉള്ളത്. AB എന്ന് പറയുന്നൊരു പ്ലെയിനും CD എന്ന് പറയുന്ന പ്ലെയിനും. അതിൻ്റെ ഇടയിലുള്ള ആറ്റംസ് മൊത്തമായിട്ട് പ്ലെയിനായിട്ട് ഈ ലൈൻസിൽ മൊത്തമായിട്ട് ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. ഇതിനാണ് ട്വിന്നിങ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത്. രണ്ട് വിധത്തിലാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. ഒന്ന് സ്ലിപ്പിങ്ങും രണ്ടാമത്തത് ട്വിന്നിങ്ങും. ഇനി ഈ ട്വിന്നിങ്ങിൻ്റെ മെത്തേഡ് അഥവാ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് ആറ്റം ഈസ് ഓൺലി ഫ്രാക്ഷൻ ഓഫ് ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസ്. അഥവാ നേരത്തെ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ആറ്റംസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു സ്ലിപ്പിംഗ് പ്രോസസ്സ്. ഇവിടെ രണ്ട് പ്ലെയിൻ്റെ ഇടയിലുള്ള ആറ്റംസാണ് മൂവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ AB CD എന്നുള്ള രണ്ട് പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും നമുക്ക് ട്വിന്നിങ് പ്ലെയിൻസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ MMEയിൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലാത്തവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓരോന്നും നോട്ട് പോസ്റ്റ് ചെയ്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൂടിയുണ്ട്. വാട്ട് ഈസ് സ്ലിപ്പിംഗ് ആൻഡ് വാട്ട് ഈസ് ട്വിന്നിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ലിപ്പിങ്ങിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷനാണ് ഉണ്ടാകുന്നത്. അതിന് കാരണം അറ്റോമിക് പ്ലെയിൻസിൻ്റെ സ്ലൈഡിംഗ് ആണ്. ഒരു അറ്റോമിക് പ്ലെയിൻ്റെ മുകളിൽ മറ്റൊരു അറ്റോമിക് പ്ലെയിൻ സ്ലൈഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മോഷൻ അഥവാ ഷിയറിങ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷനാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതേസമയം ട്വിന്നിങ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് വൺ പാർട്ട് ഓഫ് ക്രിസ്റ്റൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഓറിയൻറ്റേഷൻ മാത്രം ചേഞ്ച് ആവുന്നതാണ്. അഥവാ നമ്മൾ ഒരു രണ്ട് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആറ്റം ജസ്റ്റ് ഓറിയൻറ്റേഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫോർമേഷന് പറയുന്ന പേരാണ് ട്വിന്നിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമേ സ്ലിപ്പ് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് സ്ലിപ്പ് ലൈൻ അല്ലെങ്കിൽ സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയാം. പക്ഷേങ്കിൽ ട്വിന്നിങ് നടക്കണമെങ്കിൽ മിനിമം രണ്ട് പ്ലെയിൻ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ട്വിൻ പ്ലെയിൻസ് നിർബന്ധമാണ്. അതേപോലെ ആറ്റംസിൻ്റെ മൂവ്മെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്താൽ സ്ലിപ്പിങ്ങിൽ നല്ല രീതിയിൽ ലാർജ് ഡിസ്റ്റൻസ് സ്ലിപ്പിങ്ങിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതേസമയം ട്വിന്നിങ്ങിൽ മൂവ്മെൻറ്റ് വളരെ വളരെ കുറവാണ്. ഇറ്റ്സ് വിൽ ബി എ ഫ്രാക്ഷൻ ഓഫ് അറ്റോമിക് ഡിസ്റ്റൻസ് ഇൻ ട്വിന്നിങ്. ആൻഡ് സ്ലിപ്പ് നോർമലി സ്പേസ്ഡ് പ്ലെയിൻസിലാണ് ഒക്കർ ചെയ്യുക. അതേസമയം ഏത് പ്ലെയിനിൽ വേണമെങ്കിലും നമുക്ക് ട്വിന്നിങ് ഒക്കർ ചെയ്യാം. അതിന് രണ്ട് ട്വിൻ റീജിയൻ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് സ്ട്രെസ് റിക്വയർഡ് ടു അറ്റോമിക് മൂവ്മെൻറ്റ് വളരെ കുറവാണ് സ്ലിപ്പിൽ. അതേസമയം ഹൈ സ്ട്രെസ് ഈസ് റിക്വയർഡ് ഫോർ അറ്റോമിക് മൂവ്മെൻറ്റ് ഇൻ ട്വിന്നിങ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.